ഗുരുവായൂർ അമ്പലനടയിൽ. ഒരു അടിപൊളി മൂവിയാണ്, എനിക്ക് ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ടു. ഒരു നൈസ് കോമഡി എന്റർടൈനർ ആണ് ഈ മൂവി എന്ന് പറയുന്നത്. കാരണം ഞാൻ ഒരുപാട് ചിരിച്ചു, എനിക്ക് ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ടു. ഒരു കിഡിലെ മൂവിയാണ്. ലിറ്ററലി ഐ വാസ് സോ ഹാപ്പി. ആ ഒരു സിനിമ ഞാൻ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു. സ്റ്റോറി എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് മലയാള മൂവീസിൽ നമ്മൾ കണ്ടുവരുന്ന സ്റ്റോറിയൊക്കെ തന്നെയാണ്. ഒരു കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടക്കുവാണ്. സോ ആ ഒരു കല്യാണത്തിന് ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളും, സോ ആ ഒരു കല്യാണത്തിനെ മുടക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഗ്യാങ്ങും, സോ അതിനെ റിലേറ്റ് ചെയ്തിട്ട കാര്യങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൺ ലൈൻ സ്റ്റോറിയാണ് ഈ ഒരു മൂവിയുടെ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മൂവിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഈ ഒരു മൂവി എൻഗേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ കാസ്റ്റ് തന്നെയാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൃഥ്വിരാജാണ്. കാരണം രാജുവേട്ടൻ വേറെ ലെവൽ പൊളിയായിരുന്നു. ട്രെയിലറും ടീസറൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഭയങ്കര ഓവർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ലൈക്ക് അങ്ങനെ കുറെ ട്രോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും വലിയൊരു ഔട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രസന്റേഷൻ നമുക്ക് അവിടെ കിട്ടത്തില്ലായിരുന്നു. കാരണം പുള്ളിക്കാരൻ അഴിഞ്ഞാടി എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ടിംഗ് ആ ഒരു ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറിന്റെ പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസിൽ ഓൾസോ പൊളിയാണ്. കാരണം ബേസിൽ ഇതുപോലത്തെ കോമഡി റോൾസ് ഒക്കെ നൈസായിട്ട് ബേസിൽ ഹാൻഡിൽ ചെയ്യും. ആൻഡ് ഇവർ തമ്മിലുള്ള കോമ്പിനേഷനും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ അധികം കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു മൂവിയിൽ നൈസായിട്ട് തന്നെ ആ കാര്യം വർക്കായിട്ടുണ്ട്. കാരണം ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ വേറെ ലെവലാണ്. ആ ഒരു ഡയലോഗ് ഡെലിവറി ആയാലും അല്ലെങ്കിൽ ആ ഒരു കോമഡി ഹാൻഡിൽ ചെയ്യുന്നതായാലും എല്ലാം അടിപൊളിയാണ്. ആ ഒരു എൻ്റയർ മൂവിൽ ഇവരൊരു കോമ്പിനേഷനും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സീക്വൻസ് ഒക്കെ വേറെ ലെവൽ ഓഫ് പൊളിയാണ്. എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. നൈസായിട്ട് തന്നെ ആ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിമ്പിൾ സ്റ്റോറി ആണെങ്കിലും ഈ ഒരു മൂവിനെ മെയിൻലി എൻഗേജ് ചെയ്യുന്നതാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. പിന്നീടാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത്. ആൻഡ് ഈ മൂവിൽ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ സ്റ്റോറി ആണെങ്കിലും ഈ ഒരു മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ശരിക്കും ഈ ഒരു മൂവിനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവരുടെ പെർഫോമൻസും അല്ലെങ്കിൽ ആ ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെ പ്ലേസ്മെന്റും എല്ലാം നൈസായിട്ട് തന്നെ ഈ മൂവി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്ക്രീൻ ടൈം ഒക്കെ കുറച്ചേ കാണുമല്ലോ, പക്ഷെ അവർ പോലും നമ്മൾ നൈസായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. സോ ആ രീതിയിലാണ് ഈ ഒരു മൂവിയുടെ കാസ്റ്റ് പോയിരിക്കുന്നത്. കാരണം മൂവിയുടെ സ്റ്റാർട്ട് ടു എൻഡ് അടിപൊളിയായിട്ട് തന്നെ ഈ മൂവിയിലെ ക്യാരക്ടേഴ്സും ആ ഒരു മൂവിയുടെ സ്റ്റോറി ലൈനൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എടുത്തു പറയണം, എല്ലാവരും കിഡിലുമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത് എന്റെ മോനെ കിഡിലും കോമഡീസ് ഒക്കെ ഉണ്ട്. നമ്മൾ രോമാഞ്ചത്തിലുണ്ടായിരുന്ന ആ രണ്ടുപേരുണ്ടല്ലോ, അവർ രണ്ടുപേരും ഉണ്ട്. മറ്റേ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഒക്കെ ചെയ്യുന്ന പിന്നെ സിജോ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ, കറക്റ്റ് എനിക്ക് അറിയത്തില്ല പേര്. ഇവർ രണ്ടുപേരും പൊളിയായിരുന്നു. അവർ രണ്ടുപേരും മാത്രമല്ല, ഈ മൂവിയിൽ വന്നു പോകുന്ന എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു കോമഡി അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. വർക്കാവാത്ത കുറച്ച് കോമഡീസ് ഉണ്ട്, പക്ഷേ എന്നാലും ഓവറോൾ ആ ഒരു മൂവിയുടെ ആ ഒരു ഫ്ലോയിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. നൈസായിട്ട് തന്നെ മൂവി മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും അതിന്റെ ഒരു പ്രസന്റേഷൻ നൈസായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആൻഡ് കോമഡിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഒരുപാട് കോമഡി സീക്വൻസ് ഉണ്ട്. അതിലെല്ലാം വർക്കായിട്ടുണ്ട്. കുറച്ചൊന്നും അധികം വർക്കായിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചൊന്നും അതിന്റെ പ്ലേസ്മെന്റ് നമുക്ക് ഭയങ്കര ചിരി വരത്തില്ല. പക്ഷെ ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. ചില കോമഡീസ് ഒക്കെ നമ്മളിങ്ങനെ കൺട്രോൾ ഇട്ടിരിക്കും. അമ്മാതിരി കോമഡി ഒക്കെ ഉണ്ട്. ചില ക്യാരക്ടേഴ്സിന്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആയാലും പോലും ഭയങ്കര രീതിയിൽ ചിരി വരും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഈ മൂവിയിൽ വരുന്നത്. ആൻഡ് ഈ മൂവിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് നമ്മൾ മലയാള ഇൻഡസ്ട്രിയിൽ കാണുന്നത് ഒന്നീ 2020 ആയിരിക്കും, അല്ലെങ്കിൽ വെട്ടമായിരിക്കും. കാരണം ഈ മൂവിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ഒരു 95% ക്യാരക്ടേഴ്സും ആ ഒരു ക്ലൈമാക്സിൽ വരുന്നുണ്ട്. ഒരു വെട്ടം പോലെയൊക്കെയാണ് പറയാം. അങ്ങനെ രീതിയിലാണ് ആ ഒരു ക്ലൈമാക്സ് വന്നിരിക്കുന്നത്. ആൻഡ് ക്ലൈമാക്സിൽ ഒരു കിട്ടിയ സീനുണ്ട്. ഒരു ക്രോസ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമയിൽ മുമ്പുണ്ടായിരുന്ന ഒരു സീക്വൻസ്, അത് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്നും തിയേറ്ററിൽ ഒരാൾ പോലും ക്ലാപ്പ് അടിക്കാതിരിക്കത്തില്ല. കാരണം അങ്ങനത്തെ ലെവലാണ് ഒരു സീക്വൻസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്ലേസ്മെന്റും അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ ഒരു എക്സ്പ്രഷൻ, ഒരു ഡയലോഗ് ഉണ്ട്. മാൻ, അത് വേറെ ലെവലാണ്. ആ ഒരു ക്ലൈമാക്സിൽ ആ ഒരു സീക്വൻസ് കാണിക്കുന്നത്. ഈ ഒരു റെഫറൻസ് മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് കണ്ട വീഡിയോസിന്റെ ഓഡിയോസിന്റെ ഒക്കെ റെഫറൻസ് ഈ മൂവിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് വലിച്ചുവാരി ഇങ്ങനെ ഇട്ടിട്ടല്ല, കറക്റ്റ് ആയിട്ട് ഒരു പ്ലേസ്മെന്റ്, അത് നൈസായിട്ട് തന്നെ പല സീക്വൻസിലും അത് വർക്കായിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ല, പക്ഷെ ഉള്ളതൊക്കെ നൈസായിട്ട് തന്നെ ഈ മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അതായത് ഇതിന്റെ സ്ക്രീൻ പ്ലേ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി അടിപൊളിയാക്കായിരുന്നെങ്കിൽ ഈ ഒരു മൂവി കുറച്ചും കൂടി എൻഗേജിങ് ആയിരുന്നേനെ. കാരണം വളരെ ലീനിയർ ആയിട്ടുള്ള, വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, നമ്മൾ കണ്ട് മടുത്ത സ്റ്റോറിയൊക്കെ തന്നെയാണ്. സോ ആ ഒരു സ്റ്റോറിയിൽ നിന്ന് കുറച്ചും കൂടി ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസും ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വർക്ക് ആവാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ചില പോർഷൻസ് ഒക്കെ. പക്ഷെ അതും കൂടി കുറച്ചും കൂടി അടിപൊളിയാക്കായിരുന്നെങ്കിൽ ഈ ഓവറോൾ മൂവി വേറെ ലെവൽ ട്രാക്കിലോട്ടൊക്കെ പോയേനെ. ഇപ്പോഴും അടിപൊളിയാണ് മൂവി, നൈസ് ഒരു കോമഡി എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ എന്നാലും ഒരു സ്ക്രീൻ പ്ലേയിൽ കുറച്ചും കൂടി ചില ഏരിയാസ് നൈസായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിൽ ചില ഏരിയാസ് കുറച്ചും കൂടി നൈസായിട്ട് എഴുതിയിരുന്നെങ്കിൽ വേറെ ലെവലോട്ട് തന്നെ പോയിനെ. മെയിൻലി ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസും അവരുടെ പ്ലേസ്മെന്റ് ഒക്കെ വെച്ചിട്ടാണ് ത്രൂ ഔട്ട് ദ മൂവി എൻഗേജിംഗ് ആയിട്ട് പോകുന്നത്. എല്ലാ ഓഡിയൻസിനും ഈ മൂവി ഇഷ്ടപ്പെടും. എസ്പെഷ്യലി ഫാമിലി ഓഡിയൻസിനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു മൂവിയാണ് ഇത്. മസ്റ്റ് ആയിട്ട് ഒരു തിയേറ്റർ വാച്ച് തന്നെ കാണണം. കാരണം നിങ്ങൾ ഈ ഒരു മൂവി OTT-ലൊക്കെ കണ്ടാൽ എനിക്ക് തോന്നില്ല, ഈ ചില കോമഡി സീക്വൻസ് ഒക്കെ ആ ഒരു തിയേറ്ററിൽ ഇരുന്ന ആ ഒരു ഫുൾ ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ OTT-ൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മൊബൈലിലൊക്കെ ഫ്രണ്ട് ഇരുന്ന് കണ്ടാൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ പല സീക്വൻസും അല്ലെങ്കിൽ പല കോമഡീസ് ഒക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ടുണ്ട്. അതിലും എടുത്ത് പറയണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് കോമഡി സീക്വൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് മെയിൻലി ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ വരുന്ന ഒരു ക്രോസ് ഓവർ, ഒരു സീക്വൻസ്, അത് വേറെ ലെവൽ സീക്വൻസ് ആണ്. അതും രാജുവേട്ടന്റെ അപ്പോഴത്തെ എക്സ്പ്രഷൻസോ ഡയലോഗോ ആ ഒരു എൻ്റയർ സീനൊക്കെ മാൻ, അത് വേറെ ലെവലായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സീക്വൻസ് ഉണ്ട്. പക്ഷെ വർക്ക് ആവാത്തതായിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നിയ കുറച്ച്
ഹൊറർ സീക്വൻസ് കൂടി ഉണ്ട്. ഓവറോൾ മൂവി ഒരു നൈസ് ആയിട്ടുള്ള ഒരു കോമഡി എന്റർടൈനർ തന്നെയാണ്. സോ എന്തായാലും മൂവി എല്ലാവരും പോയി കണ്ടു നോക്കുക. ഓൾറെഡി ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.